ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 24 നടക്കാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2011 നടന്ന ട്രേസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏതാ നോക്കാം. ദ ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്നർ ഫേസസ് ഓഫ് ദ റെയിൽ ഹെഡ്സ് അറ്റ് ടോപ്പ് ഈസ് കോൾഡ് ആസ്. റെയിൽവേ ട്രാക്കിന്റെ രണ്ട് റെയിലുകൾ തമ്മിലുള്ള ആ റെയിൽ ഹെഡിന്റെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഗേജ് എന്നാണ്. നമുക്കറിയാം ഓരോ ട്രാക്കുകൾക്ക് ഓരോ ഗേജുകൾ ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, അതേപോലെ തന്നെ നാരോ ഗേജ് എന്നുള്ളത്. മീറ്റർ ഗേജ് ആണെങ്കിൽ 1 മീറ്റർ ആണ് എന്ത് ചെയ്യുക ഗേജിന്റെ ലെങ്ത് ഉണ്ടാവുക, ഗേജ് വിഡ്ത്ത് ഉണ്ടാവുക. സ്റ്റാൻഡേർഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ 1435 mm, അതായത് 1.435 മീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഗേജ്. ബ്രോഡ് ഗേജ് ആണെങ്കിൽ 1.676 മീറ്റർ ആണ് ബ്രോഡ് ഗേജ് ഉണ്ടാവുക. സോ ഗേജ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രാക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് ട്രാക്കുകളുടെ അല്ലെങ്കിൽ രണ്ട് റെയിലുകളുടെ ഹെഡുകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ്, ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗേജ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കോണിംഗ് ഓഫ് വീൽസ്? ഒരു ട്രെയിനിന്റെ വീലുകൾ 1/20 സ്ലോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതെന്തിനാണ് കോണിംഗ് ഓഫ് വീൽസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രെയിന് റെയിൽവേ ട്രാക്കിലൂടെ സ്ട്രെയിറ്റിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മളൊരു റെയിൽവേ ട്രാക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷനിൽ ഗേജിലും ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാലും ആ മാറ്റം അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീലിന് കോണിങ് കൊടുത്തുള്ളത്. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ തന്നെ ആ ട്രെയിനിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കോണിങ് ഓഫ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു കർവ് തിരിയുമ്പോൾ, ഒരു വളവ് തിരിയുമ്പോൾ അവിടെ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഔട്ടർ റീജിയണിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവുകയും ആ ഭാഗത്തോട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യും, റെയിൽവേ ട്രാക്കിന് കൂടുതലായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡീറെയിൽമെന്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോണിങ് ഓഫ് വീൽസ് കൊടുത്തിട്ടുണ്ടാവുക. 1/20 അതിന്റെ വീലുകൾ സ്ലോപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അഡ്സിങ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. സ്ലീപ്പർ നമുക്കറിയാം, റെയിൽവേ ട്രാക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, വുഡൻ സ്ലീപ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ താഴെയുള്ള പ്ലേറ്റ് അല്ലെങ്കിൽ ആ വുഡൻ സ്ലീപ്പർ തന്നെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും 1/20. അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ ആ ഒരു സ്ലോപ്പിലായിരിക്കും എന്ത് ചെയ്യാം സ്ലീപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ അഡ്ജിങ് ഓഫ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ? വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ മീൻസ് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ സ്ഥലത്തിനെ നമ്മളൊരു ഫോർമേഷനിലോട്ട് കൊണ്ടുവരും, അല്ല ഒരു ഫോർമേഷൻ ലെവലിലേക്ക് എന്ത് ചെയ്യും, ഗ്രൗണ്ടിനെ കൊണ്ടുവരും. സോ ആ ഗ്രൗണ്ടിന്റെ ടോട്ടൽ വിഡ്ത്തിനെയാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ കെമിക്കൽ ആക്ഷൻ ബിറ്റ്വീൻ ദ ലൈം ആൻഡ് വാട്ടർ ഈസ് ടെക്നിക്കലി നോൺ ആസ്. ലൈമും വാട്ടറും കൂടെ ആഡ് ചെയ്യുന്നതിനെ, ആ കെമിക്കൽ ആക്ഷനെ നമ്മൾ പറയുന്നത് ഹൈഡ്രേഷൻ എന്നാണ്, അല്ലെ? ലൈം വെള്ളമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ക്യുക്ക് ലൈം ആണ് ഉണ്ടാവുന്നത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രേഷൻ എന്ന് പറയാം. നമ്മൾ സാധാരണയായിട്ട് ഹൈഡ്രേഷൻ എന്നുള്ള ടേം സിമെന്റിൽ കേട്ടിട്ടുണ്ടാവും. വെള്ളം സിമെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവും, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലെ? അപ്പൊ ലൈം വെള്ളമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് കാൽസിനേഷൻ? കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമിനെ റെഡ്നെസ്സിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെറാക്കോട്ട ഈസ് എസെൻഷ്യലി. എന്താണ് ടെറാക്കോട്ട എന്നുള്ളതാണ് ചോദ്യം. ടെറാക്കോട്ട എന്നുള്ള ടേം രണ്ട് വാക്കുകളിൽ നിന്ന് വന്നതാണ്. ടെറ മീൻസ് എർത്ത് എന്നാണ്, കോട്ട എന്ന് പറഞ്ഞാൽ ബേക്ക്ഡ്, അതായത് എർത്തിനെ ബേക്ക് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ടെറാക്കോട്ട എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതില് ഓപ്ഷനിൽ വരാൻ സാധ്യതയുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ക്ലേ പ്രൊഡക്റ്റ് ആണ്, അല്ലെ? ക്ലേ പ്രൊഡക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ക്ലേനെ ബേൺ ചെയ്ത് എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടെറാക്കോട്ട എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിന്നെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലുള്ള ഒന്നാണ് ഈ ക്ലേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം.
അതേപോലെ തന്നെ സൗണ്ട് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ടെറാക്കോട്ട ഉപയോഗിക്കാറുണ്ട്. ഹീറ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ടെറാക്കോട്ട ഉപയോഗിക്കാറുണ്ട്. പോളിഷ്ഡ് ടെറാക്കോട്ടകളൊക്കെ നമ്മൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ടെറാക്കോട്ട മീൻസ് അതെന്താണ്, എർത്തിനെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റുകളെയാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എക്സ്റ്റേണൽ കോർണർ ഓഫ് എ വാൾ സർഫസ് ഈസ് ടെക്നിക്കലി നോൺ ആസ്. ഒരു വാളിന്റെ എക്സ്റ്റേണൽ കോർണറിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ക്യൂയോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ആ ഭാഗത്ത് വരുന്ന ബ്രിക്കുകളെ നമ്മൾ ക്യൂയോൺ ബ്രിക്സ് എന്നാണ് പറയാറുള്ളത്. ഇനി എന്താണ് അരിസ് എന്ന് പറയുന്നത്? അരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്കിന്റെ ഇന്റർസെക്റ്റിംഗ് സൈഡുകളെയാണ് നമ്മൾ എന്ത് പറയാ, അരിസ് എന്ന് പറയാം. ഇന്റർസെക്റ്റിംഗ് സൈഡ് അല്ല, ഇന്റർസെക്റ്റിംഗ് എഡ്ജുകൾ അല്ലെ, രണ്ട് സൈഡുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എഡ്ജ് ഫോം ചെയ്യും. സോ അങ്ങനെ ഫോം ചെയ്യുന്ന ആ എഡ്ജുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പെർപെൻഡ്? പെർപെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ജോയിന്റ് ദാറ്റ് സെപ്പറേറ്റ് ദ ബ്രിക്ക് എയ്തർ ഇൻ ലെങ്ത് ഓർ ഇൻ ക്രോസ് ഡയറക്ഷൻ. പെർപെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രിക്കുകൾ ലെങ്ത് വൈസിലോ അല്ലെങ്കിൽ ക്രോസ് ഡയറക്ഷനിലോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലേ ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആ ഒരു വെർട്ടിക്കൽ ജോയിന്റുകളെയാണ് നമ്മൾ പെർപെൻഡ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർട്ടിക്കൽ ജോയിന്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറ്റുകൾ അല്ലെങ്കിൽ ക്യൂൻ ക്ലോസറുകളൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റോൺ പീസ് പ്രൊജക്ടിങ് ബിയോണ്ട് ദ വാൾ പ്രൊവൈഡഡ് ടു സപ്പോർട്ട് എ സ്ട്രക്ചറൽ മെമ്പർ ഈസ് കോൾഡ് ആസ്. ഒരു സ്ട്രക്ചറൽ മെമ്പർ ആണ്. ആ മെമ്പർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ വരുന്ന റീജിയൺ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോണിന്റെ പ്രത്യേകത അതെന്താണ്, വാൾ ഫേസിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. സോ അങ്ങനെ വാൾ ഫേസിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയും അത് മുകളിൽ ഒരു സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോർബൽ എന്ന് പറയാം. ഇനി എന്താണ് കോർണിഷ്? കോർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർണമെന്റൽ മോൾഡിംഗ് ആണ്. സാധാരണ വാളിന്റെ മുകളിലും സീലിംഗിലൊക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ള ഒരു ഓർണമെന്റൽ മോൾഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, കോർണിഷ് എന്ന് പറയാം. ഇനി കോപ്പിംഗ് എന്താണ്? നമ്മൾ സാധാരണയായിട്ട് വാളുകളുടെ മുകളിലായിട്ട്, പ്രത്യേകിച്ച് കോമ്പൗണ്ട് വാളുകളുടെ ഒക്കെ മുകളിലായിട്ട് നമ്മൾ പിന്നെ വാട്ടർ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി മുകൾ ഭാഗം എന്ത് ചെയ്യും, കുറച്ചിങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൊടുക്കും, കൂർപ്പിച്ചു കൊടുക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോപ്പിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യൽ ബ്രിക്കുകൾ ഉപയോഗിക്കാറുണ്ട്, അതിനെ കോപ്പിംഗ് ബ്രിക്ക് എന്ന് പറയും. ഇനി എന്താണ് ത്രോട്ടിങ്? ത്രോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പിന്നെ ഒരു ഗ്രൂവ് കട്ട് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? വാട്ടർ ഒക്കെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി. കോർണിസിന്റെയോ അല്ലെങ്കിൽ സില്ലിന്റെയോ എവിടെ വേണമെങ്കിലും നമ്മൾ വാൾ ഫേസിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂവ് കട്ട് ചെയ്ത് വിടും. സോ അങ്ങനെ ആ ഗ്രൂവ് കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ വാൾ സർഫസിൽ ടച്ച് ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രോട്ടിങ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ, ആ ഒരു ഗ്രൂവ് നമ്മൾ ചെയ്യുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വിൻഡോ പ്രൊവൈഡഡ് ഓൺ ദ ഇൻക്ലൈൻഡ് റൂഫ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ഇൻക്ലൈൻഡ് റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോനെ നമ്മൾ പറയുന്ന പേര് ഡോർമർ വിൻഡോ എന്നാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫിഗറിൽ കാണാം. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റൂഫിൽ നമ്മൾ കൊടുക്കുന്ന വിൻഡോനെ നമ്മൾ ഡോർമർ വിൻഡോ എന്ന് പറയും. ഇനി എന്താണ് ബേ വിൻഡോ? വാൾ ഫേസിന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബേ വിൻഡോ എന്ന് പറയാം. ഗാബിൾ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ റൂഫിൽ വരുന്ന ഗാബിൾ എൻഡിൽ വരുന്ന വിൻഡോനെ നമ്മൾ ഗാബിൾ വിൻഡോ എന്നാണ് പറയാറുള്ളത്. ഇനി ലാൻറ്റേൺ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ റൂഫിൽ കൊടുക്കുന്ന ഗ്ലാസിന്റെ സ്ട്രക്ചറാണ്. സ്കൈലൈറ്റ് അല്ല. സ്കൈലൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ്, ആ സ്ലോപ്പിംഗ് റൂഫിൽ അല്ലെങ്കിൽ ആ റൂഫിൽ തന്നെ എന്ത് ചെയ്യാണ്, ഫ്ലാറ്റ് ആയിട്ടാണ് സ്കൈലൈറ്റ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ലാൻറ്റേൺ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാ റൂഫിൽ തന്നെ സ്ലോപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനത്തെ വിൻഡോനെയാണ് നമ്മൾ ലാൻറ്റേൺ വിൻഡോ എന്ന് പറയുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ കോണ്ടൂർ ആൻഡ് റിഡ്ജ് ലൈൻ. ഒരു കോണ്ടൂർ ലൈനും റിഡ്ജ് ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ 90 ഡിഗ്രിയാണ്. അത് കോണ്ടൂർ ആണെങ്കിലും വാലി ലൈൻ ആണെന്നുണ്ടെങ്കിലും രണ്ടിനോടും ഈ കോണ്ടൂർ ലൈൻ റിഡ്ജ് ലൈൻ ആണെങ്കിലും വാലി ലൈൻ ആണെങ്കിലും അത് കോണ്ടൂറുകളുമായിട്ട് ഉണ്ടാക്കുന്നത് എന്താണ്, 90 ഡിഗ്രിയാണ്. ഒരു ഏരിയയുടെ, ഒരു ലാൻഡ് ഏരിയയുടെ റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മുനമ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നമ്മൾ കോണ്ടൂർ ലൈനുകൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന റിഡ്ജ് ലൈൻ അതിനെന്തായിരിക്കും, കൃത്യം പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുക, പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. സോ ഈ റിഡ്ജ് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ കനാലുകളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട്. രണ്ട് ഭാഗത്തേക്ക് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിഡ്ജ് ലൈനിലൂടെ കനാലുകൾ, വാട്ടർ ഷെഡ് കനാലുകളൊക്കെ ഡിസൈൻ ചെയ്യാറുണ്ട്. ഓക്കെ,
സോ 90 ഡിഗ്രിയിലായിരിക്കും റിഡ്ജ് ലൈനും അതേപോലെ തന്നെ വാലി ലൈനും കോണ്ടൂറുകളുമായിട്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡയഫ്രം ഓഫ് എ സർവേയിങ് ടെലിസ്കോപ്പ് ഈസ് ഹെൽഡ് ഇൻ. എവിടെയായിരിക്കും ഒരു സർവേയിങ് ടെലിസ്കോപ്പിൽ ഡയഫ്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് ഡയഫ്രം? നമുക്കറിയാം, നമ്മളൊരു ടെലിസ്കോപ്പിനകത്തൂടെ നോക്കുമ്പോൾ നമുക്കതിൽ ക്രോസ് ഹെയേഴ്സ് കാണാൻ പറ്റും, അതേപോലെ തന്നെ സ്റ്റേഡിയ ഹെയേഴ്സ് കാണാൻ പറ്റും. ഈ ക്രോസ് ഹെയറും സ്റ്റേഡിയ ഹെയേഴ്സും ആക്ച്വലി എന്താണ്, ഒരു ഡയഫ്രത്തിലാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഹെയറുകൾ ഡയഫ്രത്തിലാണ് ഉണ്ടാവുക. ഈ ഡയഫ്രം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഐ പീസിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്, സെന്ററിലല്ല, ഐ പീസിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ടെലിസ്കോപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഡയഫ്രം വെച്ചിട്ടുള്ളത്. സോ ദ ഡയഫ്രം ഈസ് സിറ്റുവേറ്റഡ് at the telescopic end nearer to the eyepiece. So option D ആണ് ഇതിന്റെ ആൻസർ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റെസിപ്രോക്കൽ ലെവലിംഗ് ദ എറർ വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ഡ്യൂ ടു. റെസിപ്രോക്കൽ ലെവലിംഗിൽ എലിമിനേറ്റ് ആകാത്ത എറർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്കറിയാം, സാധാരണയായിട്ട് റെസിപ്രോക്കൽ ലെവലിംഗ് നമ്മൾ ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? എററുകളെല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അവിടെ സാധാരണയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള റിഫ്രാക്ഷൻ എററും അതേപോലെ തന്നെ കർവേച്ചർ, എർത്തിന്റെ കർവേച്ചറിന്റെ എററും ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാൽ റെസിപ്രോക്കൽ ലെവലിങ്ങിന് റിഫ്രാക്ഷൻ എറർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമാറ്റിക് വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. നമ്മളെ എർത്തിന്റെ മുകളിൽ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ കാരണം റിഫ്രാക്ഷൻ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. സോ റിഫ്രാക്ഷൻ എറർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെസിപ്രോക്കൽ ലെവലിങ്ങിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത് റിഫ്രാക്ഷൻ എററും അതേപോലെ തന്നെ പിന്നെ കർവേച്ചർ എററും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ റിഫ്രാക്ഷൻ എറർ, എർത്തിന്റെ കർവേച്ചർ എറർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റഡ് ആവുമെങ്കിലും റിഫ്രാക്ഷൻ എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് അതിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ പലർക്കും നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ എന്താണ്, നോൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ബബിൾ ട്യൂബ് കാരണം ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റിൽ അല്ല എന്നുണ്ടെങ്കിലും അവിടെ റെസിപ്രോക്കൽ ലെവലിംഗ് കാരണം എറർ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ എവിടെയും റെസിപ്രോക്കൽ ലെവലിംഗിൽ ബബിൾ ട്യൂബിന്റെ എറർ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻ ഡി ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ റിലേറ്റീവ്ലി ഫിക്സഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അബൌവ് ദ ഡാറ്റം ഈസ് കോൾഡ് ആസ്. ഒരു ഡാറ്റത്തിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള നോൺ എലിവേഷന്, അറിയാവുന്ന ഒരു എലിവേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ബെഞ്ച് മാർക്ക് എന്നാണ്. ബെഞ്ച് മാർക്ക് 4 തരത്തിലുള്ള ബെഞ്ച് മാർക്കുകൾ ഉണ്ട്. GTS ബെഞ്ച് മാർക്ക് ഉണ്ട്, പെർമനന്റ് ബെഞ്ച് മാർക്കും ടെമ്പററി ബെഞ്ച് മാർക്കും അതേപോലെ തന്നെ ആർബിട്രറി ബെഞ്ച് മാർക്കുകളും ഉണ്ട്. ഓക്കെ, സോ ഒരു ബെഞ്ച് മാർക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ എലിവേഷൻ നോൺ ആയിരിക്കും, അറിയാവുന്ന ഒരു എലിവേഷൻ ആയിരിക്കും. അത് റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റു പോയിന്റുകളുടെ റെഡ്യൂസ് ലെവലുകളോ അല്ലെങ്കിൽ എലിവേഷനോ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.